ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കേന്ദ്രമായ ശബരിമലയിൽ അയ്യപ്പന്റെ മണ്ണിൽ ഭക്തരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് സമാനതകളില്ലാത്ത സ്വർണ്ണക്കൊള്ളയാണ് വീണ്ടും അരങ്ങേറിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ ദേവസ്വം ബോർഡ് എന്നത് അഴിമതിയുടെയും കൊള്ളയുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. 2019 നടന്ന സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ 2025 ബോധപൂർവം നടത്തിയ നാടകമാണോ ശ്രീകോവിൽ നവീകരണം എന്ന ഗൗരവകരമായ സംശയമാണ് ഇപ്പോൾ ഹൈക്കോടതി പോലും ഉന്നയിച്ചിരിക്കുന്നത്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയ സംഭവത്തിൽ ദേവസ്വം ബോർഡിലെ ഉന്നതർക്കെതിരെ കേസെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. 2025 സെപ്റ്റംബറിലാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ നവീകരിക്കാൻ എന്ന പേരിൽ ഇളക്കിക്കൊണ്ടുപോയത്. എന്നാൽ ഇത് 2019 നടന്ന വൻ സ്വർണ്ണക്കൊള്ളയുടെ തെളിവുകൾ നശിപ്പിക്കാനായിരുന്നു എന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം, അതായത് SIT എത്തിയിരിക്കുന്നത്. അയ്യപ്പ ഭക്തർ കാണിക്കയായി അർപ്പിക്കുന്ന സ്വർണം ഉദ്യോഗസ്ഥരും ഇടതുപക്ഷം ഭരിക്കുന്ന ബോർഡിലെ ഭാരവാഹികളും കരാറുകാരും ചേർന്ന് പങ്കിട്ടെടുക്കുകയാണോ എന്ന ചോദ്യത്തിന് ഈ അന്വേഷണം ഉത്തരമേകും. 2019 സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് 2025 ഈ സ്വർണം പൂശൽ നാടകത്തിന് പിന്നിലെ ദുരൂഹതകൾ കണ്ടെത്തിയത്. ഹൈക്കോടതി തന്നെ ചോദിച്ചൊരു പ്രധാന ചോദ്യമുണ്ട്. 2019 കൊള്ള മറച്ചുപിടിക്കാനായിരുന്നോ 2025 ഈ ശില്പങ്ങൾ വീണ്ടും ഇളക്കിക്കൊണ്ടുപോയത് എന്ന്. ഇതിൽ പ്രകടമായ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ശ്രീകോവിലിൽ നിന്ന് അമൂല്യമായ വസ്തുക്കൾ മാറ്റുമ്പോൾ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണമെന്ന പ്രാഥമിക മര്യാദ പോലും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. എല്ലാം അതീവ രഹസ്യമായാണ് നീങ്ങിയത്. എന്തിനായിരുന്നു ഈ രഹസ്യ സ്വഭാവം? ആരെ രക്ഷിക്കാനായിരുന്നു ഈ ധൃതി? ഏറ്റവും രസകരമായ വസ്തുത 2019 സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്തുള്ള അതേ വ്യക്തികൾ തന്നെയാണ് 2025 ഈ നവീകരണ നാടകത്തിലും പങ്കാളിയായിരിക്കുന്നത് എന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവർ ഈ രണ്ട് ഘട്ടങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു 2025 എക്സിക്യൂട്ടീവ് ഓഫീസറായി മാറിയപ്പോഴാണ് ഈ ശില്പങ്ങൾ ഇളക്കാനുള്ള എല്ലാ ഫയൽ നീക്കങ്ങളും ധൃതിപ്പെട്ട് പൂർത്തിയാക്കിയത്. തന്റെ പദവി ഒഴിയുന്നതിന് തൊട്ടു മുൻപ് ഇത്ര വേഗത്തിൽ കാര്യങ്ങൾ നീക്കിയതിന് പിന്നിൽ അഴിമതിയുടെ കറുത്ത കൈകളുണ്ടെന്നത് വ്യക്തമാണ്. സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ വിവരമറിഞ്ഞ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയതോടെയാണ് ഈ കള്ളക്കളികൾ പുറത്തു വന്നത്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വരുന്നതോടെ ഈ കൊള്ളയുടെ ആഴം ലോകമറിയും. ശബരിമലയിലെ ടൂറിസം കേന്ദ്രമാക്കാനും അവിടുത്തെ വിശ്വാസങ്ങളെ തകർക്കാനും ശ്രമിക്കുന്ന പിണറായി സർക്കാർ ഇപ്പോൾ അയ്യപ്പന്റെ സ്വർണത്തിൽ പോലും കൈവച്ചിരിക്കുകയാണ് എന്നതാണ് ജനങ്ങളുടെ പക്ഷം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭക്തരുടെ വികാരങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഭണ്ഡാരത്തിലെ സ്വർണങ്ങൾ കണ്ണുവെക്കുന്ന ഈ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബിയെ സംരക്ഷിക്കുന്നത് ഭരണകൂടമാണെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. വിശ്വാസികളെ ആചാരത്തിന്റെ പേരിൽ ആയുധമെടുപ്പിക്കുകയും മറുഭാഗത്ത് അയ്യപ്പന്റെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ സർക്കാർ നടത്തുന്നത്. ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടൽ ഇല്ലായിരുന്നു എങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെടുമായിരുന്നു. മൊഴിയെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിലെ ഉന്നതർ ഉടൻ തന്നെ അഴിക്കുള്ളിലാകുമെന്നത് നമുക്ക് പ്രതീക്ഷിക്കാം.